ഹായ് ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വലിയവർക്കാണെങ്കിലും ചെറിയ കുട്ടികൾക്കാണെങ്കിലും ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും നമ്മുടെ വയറ്റിലോട്ട് എത്തിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ. പക്ഷേ ഹെൽത്തി ആയിട്ടുള്ള ഫുഡിന് ചിലപ്പോൾ അത്ര ടേസ്റ്റ് ഒന്നും കാണില്ല. അതുകൊണ്ട് പലർക്കും കഴിക്കാൻ മടിയായിരിക്കും. അതിലൊന്നാണ് റാഗി എന്ന് പറയുന്നത്. ചില കുട്ടികൾക്കൊക്കെ ഭയങ്കര മടിയായിരിക്കും റാഗി കഴിക്കാനൊക്കെ. മുതിർന്നവർക്കാണെങ്കിലും ചിലപ്പോൾ മടിയൊക്കെ കാണിക്കും. അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടി 1.5 കപ്പ് റാഗി തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതിന് പകരം റാഗി പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം. റാഗി എടുത്ത് ഒരു 6 to 8 മണിക്കൂറോളം നന്നായിട്ട് കുതിർത്ത് വെച്ച് അതൊന്ന് കഴുകി മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം ഒരു തുണി വെച്ചോ അല്ലെങ്കിൽ ഇതുപോലൊരു അരിപ്പ് വെച്ചോ അരിച്ചെടുക്കണം. രണ്ടായാലും കുഴപ്പമില്ല. പണ്ടൊക്കെ തുണികൾ വെച്ചിട്ടായിരുന്നു നമ്മളിങ്ങനെ ഫിൽട്ടർ ചെയ്ത് എടുത്തിരുന്നത്. നമുക്കതിൻ്റെ തരികൾ ആവശ്യമില്ല, അതിൻ്റെ തൊലിയൊന്നും ആവശ്യമില്ല. അല്ലെങ്കിൽ ഇങ്ങനെ അരിപ്പ് വെച്ച് ചെയ്താലും മതി. ഞാനിങ്ങനെ അരിപ്പ് വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. ബാക്കിയുള്ളത് വേണമെങ്കിൽ ഒരു തുണി എടുത്തിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്താലും മതി. അതിനുശേഷം ആ ഒരു വെള്ളം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല, ഒരു പാൻ എടുത്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം. അതിന് വേണ്ടി ഒരു പാൻ എടുത്തിട്ട് അതിലോട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് വേണം, കട്ടിയായിട്ടല്ല ഒഴിച്ച് കൊടുക്കേണ്ടത്. കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കിയിട്ട് വേണം നമ്മളിത് പാനിലോട്ട് ഒഴിച്ച് കൊടുക്കാൻ. അതിനുശേഷം മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 4 അച്ച് ശർക്കര ഒന്ന് പൊടിച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എടുത്തിരിക്കുന്നത് 1 കപ്പ് തേങ്ങയാണ്. തേങ്ങ അതുപോലെ ചിരകിയിട്ടേക്കല്ല, മിക്സിയിലിട്ടൊന്ന് ചതച്ചതിന് ശേഷമാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. വലിയ തരികൾ ആവശ്യമില്ല, അതുകൊണ്ടാണ് ചെറുതാക്കി ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി 4 ഏലക്ക, കുറച്ച് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചെടുത്തതാണ്. ഇനി നിങ്ങൾക്ക് ഏലക്ക മാത്രം പൊടിച്ചത് കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഞാനങ്ങനെ കയ്യിലില്ലാത്തത് കൊണ്ട് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടി പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചെടുത്തു എന്നേ ഉള്ളൂ. അതിനുശേഷം കുറച്ച് ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഉപ്പും ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് നല്ല പോലെ വിസ്ക് ചേർത്തിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കുറുകി വരും. കുറുകി വരുമ്പോൾ ഒരു 10 കാഷ്യൂ ഉണ്ടായി ചെറുതായി പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ്. അതൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല കുറുകി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ നെയ്യോ ബട്ടറോ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ബട്ടറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഒരു കേക്ക് ട്രേ എടുത്തിട്ടുണ്ട്. ആ കേക്ക് ട്രേയിലോട്ട് ഇത് കട്ടിയായ കിട്ടാൻ പാടായിരിക്കും, അതുകൊണ്ടൊരു നമ്മുടെ വാഴയില ഒന്ന് വാട്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ മിക്സ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ചൂടോടെ തന്നെ അപ്പം തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല പോലെ ലെവൽ ചെയ്ത് നമ്മൾ കുറച്ച് നേരം ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കണം. ഫ്രീസറിൽ വെക്കാം, ഫ്രിഡ്ജിൽ വെക്കാം, പുറത്ത് വെക്കാം, നമ്മുടെ ഇഷ്ടാനുസരണം ഒന്ന് തണുപ്പിച്ചെടുക്കുക. തണുപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കൊന്ന് മാറ്റിയാൽ പെട്ടെന്ന് കിട്ടും. വാഴയില ഇട്ടത് കൊണ്ട് വാഴയില ഒന്ന് മാറ്റി നമുക്കിതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ. മുറിച്ച് പീസസ് ആക്കിയിട്ട് വെക്കാം. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ ഐറ്റം ആയിട്ട് കൊടുക്കാം. കുറുക്കി കൊടുത്താലും അല്ലെങ്കിൽ നമ്മൾ ഗ്ലാസ്സിൽ ഇങ്ങനെ ഒഴിച്ച് കുടിക്കുന്ന പോലെ കൊടുത്താലും ഒന്നും കുടിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതുപോലൊരു സ്പെഷ്യൽ സ്നാക്സ് ആണെന്ന് പറഞ്ഞ് നമുക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാം. അതല്ല വലിയവർക്കാണെങ്കിലൊക്കെ ഇത് കഴിക്കാൻ മടിയുള്ളവർക്കാണെങ്കിൽ കൊടുക്കാം. റാഗിയുടെ ഹെൽത്ത് ബെനിഫിറ്റ് അത്രത്തോളം ഉണ്ടല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയർ ചെയ്തേക്കണേ. വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും ശ്രമിക്കണേ. അപ്പോൾ ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.